ഗോവിന്ദസ്വാമി ജയിൽ ചാടാൻ ഉപയോഗിച്ച ആയുധം പരിശോധിക്കാൻ NIT സംഘം. പിടിച്ചെടുത്ത ആയുധം ഉപയോഗിച്ച് അഴിമുറിക്കാൻ കഴിയുമോ എന്നതാണ് പരിശോധിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഭാഗമായാണ് NIT സംഘത്തിന്റെ പരിശോധന. ഫെലിക്സ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഫെലിക്സ്, ഈ കട്ടിയേറിയ അഴികൾ മുറിച്ചു മാറ്റാൻ ഉതകുന്നതാണോ, അതിനുള്ള ശേഷിയുള്ളതാണോ ഈ ആയുധമെന്ന് പോലീസിനൊരു സംശയമുണ്ട്. NITയുടെ സംഘം എത്തിയോ? മധു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അരമാണ് ഗോവിന്ദസ്വാമിയുടെ കയ്യിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത്. ഈ പിടികൂടിയ അരം ഉപയോഗിച്ച് ഈ അഴി മുറിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള സെല്ലിനുള്ളിലെ അഴിയിൽ ആറിടത്താണ് മുറിച്ചിട്ടുള്ളത്. അപ്പോൾ ആറിടത്ത് വളരെ വേഗം ഈ പറയുന്ന അരം ഉപയോഗിച്ച് ഇനി എത്ര കാലം എടുത്താൽ പോലും അത് മുറിക്കാൻ സാധിക്കില്ല എന്ന് ലോക്കൽ പോലീസ് കണ്ടെത്തിയിട്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണത്തിന് സഹായത്തിനായി NIT സംഘത്തെ സമീപിച്ചിട്ടുള്ളത്. NIT സംഘം അടുത്ത ദിവസം തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തും. അങ്ങനെ എത്തി ഈ ആയുധം ഉപയോഗിച്ച് ഇപ്പോൾ പിടികൂട്ടിയിട്ടുള്ള അരം ഉപയോഗിച്ച് അഴി മുറിക്കാൻ സാധിക്കുമോ എന്ന പരിശോധനയാണ് നടത്തുന്നത്. അങ്ങനെ ഈ അരം ഉപയോഗിച്ച് മുറിക്കാൻ കഴിയില്ലെങ്കിൽ മറ്റെന്തോ ഒരു ആയുധം ഗോവിന്ദസ്വാമി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കണ്ടെത്തലിലേക്ക് എത്തും. അങ്ങനെയുണ്ടെങ്കിൽ ആ ആയുധം എവിടെ? ഇപ്പോൾ ഗോവിന്ദസ്വാമി പിടികൂടിയ സമയത്ത് കിട്ടിയ ആയുധത്തിനപ്പുറത്തേക്ക് ഒരുപക്ഷെ ഈ മുറിക്കാൻ ഉപയോഗിച്ച ആയുധം ഗോവിന്ദസ്വാമി വേറെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചേക്കാം. തുടങ്ങിയ സാധ്യതകളൊക്കെ തന്നെ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും NIT സംഘം അടുത്ത ദിവസം എത്തും, ഈ പരിശോധന നടത്തുകയും ചെയ്യും. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് നിലവിലെ അന്വേഷണത്തിൽ പുറത്തുനിന്നോ അകത്തുനിന്നോ ഗോവിന്ദസ്വാമിക്ക് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്ന കണ്ടെത്തലിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു എന്ന നിഗമനമാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. ആയുധം എന്തായാലും അരമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആയുധം എന്തായാലും NIT സംഘം പരിശോധിക്കും.